വിഷ്ണുവിന്റെ കാര്യത്തിലും സംശയമാണ്. എന്ന് വെച്ചാൽ ഈ മോള് മരിച്ച സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെ നമ്പരും മോളുടെ മൊബൈലിലുണ്ട്. അപ്പോൾ ഒരാളെ പോലും വിഷ്ണു അവിടെ ഇല്ലായിരുന്നെന്ന് പറയുന്നത് നമുക്കറിയില്ല സംഭവ സമയത്ത്. പക്ഷെ അവ അറിഞ്ഞ സമയത്ത് പോലും ഞങ്ങളുടെ മോനെയോ എൻ്റെ സഹോദരൻ്റെ മോനെയോ ഞങ്ങളെ ആരെ പോലും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല. കാവ്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നോ മരിച്ചെന്ന് പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലിലാണെന്ന് വിഷ്ണു ഞങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതറിയില്ല. ബോഡി ഞങ്ങളിവിടെ മോൻ ചെല്ലുമ്പോൾ ബോഡി മാത്രമേ ഉള്ളായിരുന്നു, അവരാരുമില്ല. കാവ്യ മാത്രമേ ഉള്ളൂ. ആരുമില്ല. ഭർത്താവോ ഇല്ല, ഇല്ല, ആരുമില്ല. അതറിയില്ല. ഇല്ല, വീട്ടില് ആരും നമ്മളാരും പോയിട്ടില്ല. വിഷ്ണു ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്ന കേട്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ട് കാണിക്കാം, അവിടെ അവന്റെ ഭാര്യ അല്ലേ, അപ്പൊ ഈ കുഞ്ഞുങ്ങളെ മക്കളെ അമ്മയല്ലേ, അപ്പൊ ഒരു ബോഡിയെങ്കിലും കൊണ്ട് കാണിക്കാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടില്ല. ഈ നിമിഷം വരെയും കൊണ്ടുവന്നിട്ടില്ല കുഞ്ഞുങ്ങളെ. അപ്പൊ വിഷ്ണുവിനും ഇതിൽ പങ്കുണ്ടെന്നാണ് ഞങ്ങളെ ഉറച്ച വിശ്വാസം. അങ്ങനെ വിഷ്ണുവിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിട്ടായിരിക്കുമല്ലോ അങ്ങനെ നടക്കണത്. ഇല്ലെങ്കിൽ വിഷ്ണു അവിടെ എതിർക്കില്ലായിരുന്നു. വിഷ്ണു എന്തെങ്കിലും, അല്ലെങ്കിൽ അവളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനെങ്കിലും വിഷ്ണു ചെയ്യില്ലായിരുന്നു. അവളെ ഷെയർ വിറ്റ് കൊണ്ടുവന്ന വീടാണത്. ജാതിയുടെ കാര്യം പറയുമെന്നുള്ളത് മോള് പറയാറുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ജാതി ഇതാണ് പറയൂ, മോള് പറയാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് അവര് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. അവർക്ക് അമ്മയ്ക്കും മോനും ഇതിൽ അറിവുണ്ട്, അവനും ഉണ്ട് അറിവ്, ഇതിൽ അവനും അറിയായിരുന്നു.